السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്യുത്തമമായ പേരുകളിൽ അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്നീ രണ്ട് പേരുകളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകൾ അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്നീ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ, ചില ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടത് കാണാം. ഖുർആനിൽ അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്ന രണ്ട് പേരുകളായി വന്നിട്ടില്ല. എന്നാൽ ആ പേരുകളിൽ എന്താണോ അതിൻ്റെ ആ സിഫത്ത് ഉൾക്കൊള്ളുന്ന പ്രവർത്തനം, അത് ഖുർആനിൽ വന്നിട്ടുണ്ട്. വല്ലാഹു യഖ്ബിദു വയബ്സുതു. അള്ളാഹു അവനാണ് ഖബ്ദ് ചെയ്യുന്നവൻ, അതുപോലെ ബസ്ത് ചെയ്യുന്നവൻ. ഖബദ എന്നാൽ പിടിക്കുക, പിടിച്ചു വെക്കുക, കുടിസാക്കി കളയുക. ബസത്ത് എന്നാൽ നീട്ടുക, വിശാലമാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഗല അസ്സിഅറു അല അഹ്ദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിലക്കയറ്റമുണ്ടായി, സാധനങ്ങൾക്ക് വില കയറി. ഫഖാലു, അപ്പോൾ ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ലൗ സഅർത, താങ്കളൊന്ന് വില നിശ്ചയിച്ചിരുന്നുവെങ്കിൽ, അഥവാ സാധനങ്ങൾക്ക് ഇന്ന വില മാത്രമേ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് വില കൂട്ടരുത് എന്ന നിയമം നിശ്ചയിച്ചിരുന്നെങ്കിൽ എന്ന് ചിലർ വന്ന് ചോദിച്ചു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖു അൽ ഖാബിദു അൽ ബാസിതു അർ റാസിഖു അൽ മുസഅ്ഇറു. ഇന്നല്ലാഹ ഹുവൽ ഖാലിഖ്, അല്ലാഹുവാണ് സൃഷ്ടാവ്. അൽ ഖാബിദ്, അൽ ബാസിത്ത്, അവനാണ് ഖാബിദും ബാസിത്തും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പേരുകൾ വിശദീകരിക്കാം. റാസിഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ. അൽ മുസഅ്ഇർ, അവനാണ് വില നിയന്ത്രിക്കുന്നവൻ യഥാർത്ഥത്തിൽ. വഇന്നി ലഅർജു അൻ അൽഖല്ലാഹ വലാ യത്ലുബുനി അഹദുൻ ബിമദ്ലമത്തിൻ ളലംതുഹാ ഇയ്യാഹു ഫീ ദമിൻ വലാ മാൽ. ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാഹുവിനെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടാൻ. വലാ യത്ലുബുനി അഹദുൻ ബിമദ്ലമത്തിൻ ളലംതുഹാ ഇയ്യാഹ്, ഒരാളെയും ഞാനൊരു അതിക്രമം ചെയ്തിട്ട് ആ അതിക്രമത്തിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിക്രമം ചെയ്തു എന്ന പരാതിയുമായി ഒരാൾ എനിക്കെതിരെ നിൽക്കവേ, ഒരിക്കലും ആ നിലയിലാകാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫീ ദമിൻ വലാ മാൽ, രക്തത്തിൻ്റെ കാര്യത്തിലോ, ഒരാളുടെ രക്തം ചിന്തിയിട്ടോ, അല്ലെങ്കിൽ ഒരാളുടെ സമ്പത്തിൽ അയാളോട് അക്രമം കാണിച്ചിട്ടോ, സാമ്പത്തികമായി ഇടപാടുകളിൽ വല്ല ക്രമക്കേടും കാണിച്ചിട്ടോ, അങ്ങനെ ഒരു അക്രമം ഒരാൾ ചെയ്തിട്ട് ഒരാളെൻ്റെ എനിക്കെതിരിൽ അള്ളാഹുവിനോട് പരാതി പറയുന്നവനായി അങ്ങനെ വരാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വില നിശ്ചയിക്കാൻ വിസമ്മതിച്ചു. കാരണം അത് കച്ചവടക്കാരോട് ചെയ്യുന്ന അനീതിയാകാം, അവരോട് അതിക്രമം അതിൽ വന്നേക്കാം. ന്യായമായിട്ടായിരിക്കും അവർ വില നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വില നിശ്ചയിക്കാൻ, വിലയിൽ നിയന്ത്രണം കൊണ്ടുവരാൻ വിസമ്മതിച്ചു. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവൻ, അവനാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് വില നിശ്ചയിക്കുന്നത്, അവനാണ് ഖാബിദും ബാസിത്തും. ഈ രണ്ട് പേരുകൾ നോക്കൂ, അതിൻ്റെ ചില പേരുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ അത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ്
അതിൻ്റെ അർത്ഥം അതിൽ പൂർണ്ണത വരുന്നത്, അർത്ഥത്തിൽ പൂർണ്ണത വരുന്നത് രണ്ടും ഒരുമിച്ച് വന്നാലാണ്. ഒരൊറ്റ പേര് മാത്രം പറഞ്ഞാലല്ല. ചില സിഫത്തുകൾ അങ്ങനെയാണ്. അൽ ഖാബിദ് അൽ ബാസിത്ത്, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഖാബിദാണ്, അതുപോലെ ബാസിത്താണ്. ബാസിത്ത് എന്നാൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ഉപജീവനം വിശാലമായി നൽകുന്നവനാണ് അൽ ബാസിത്ത്. അതുപോലെ അവൻ ഖാബിദാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ റിസ്ക് അത് കുടുസാക്കി കളയും, അല്ലെങ്കിൽ നൽകാതിരിക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. യഥാർത്ഥത്തിൽ അതിലെല്ലാം അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ അതിമഹത്തരമായ യുക്തി അതിൻ്റെ പിന്നിലെല്ലാം ഉണ്ട്. റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കേവലം സമ്പത്ത് മാത്രമാണ് റിസ്ക് എന്നത്. സമ്പത്ത് ശരിയാണ്, റിസ്കിൽ ഒന്നാണ്. എന്നാൽ സമ്പത്ത് മാത്രമല്ല റിസ്ക്. റിസ്ക് പലതുണ്ട്. അറിവ് റിസ്ക്കാണ്, ആരോഗ്യം റിസ്ക്കാണ്, ബുദ്ധി റിസ്ക്കാണ്, ആഫിയത്ത് റിസ്ക്കാണ്. ഇങ്ങനെ പലതുണ്ട്. വലിയ റിസ്ക്കുണ്ട്, അത് ഈമാനാണ്, സാലിഹായ അമൽ ചെയ്യാനുള്ള തൗഫീഖാണ്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറയുന്നത് വലൗ ബസത അല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. വലൗ ബസത അല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അല്ലാഹു അവൻ്റെ അടിമകൾക്ക് റിസ്ക് വിശാലമാക്കിയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അവർ അതിക്രമം പ്രവർത്തിച്ചേനെ. വലാകിൻ, മറിച്ച് അല്ലാഹു എന്താണ് ചെയ്യുക? യുനസ്സിലു ബിഖദരി മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ഒരു തോതിലാണ് അവൻ റിസ്ക് ഇറക്കുക. പടപ്പുകളിൽ പലർക്കും അള്ളാഹു റിസ്ക് നൽകാത്തതിന് ഒരു കാരണം, അത് കുറച്ച് കളയുന്നതിന് കാരണം എന്തായിരിക്കും? അത് അവർക്ക് തന്നെ ഖൈറായിരിക്കും. കാരണം അള്ളാഹുവിനാണ് അറിയുക നിനക്ക് സമ്പന്നതയാണോ നല്ലത്, അതല്ല ദാരിദ്ര്യമാണോ നല്ലത്. അള്ളാഹുവിനാണ് അറിയുക ഏതാണ് നിനക്ക് യോജിക്കുക, അള്ളാഹുവിനാണ് അറിയുക. പലരെയും അള്ളാഹു സമ്പന്നരാക്കി നിലനിർത്തുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കും. പലരെയും അള്ളാഹു ദരിദ്രരാക്കി തന്നെ നിലനിർത്തുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കും. കാരണം ചില അടിമകൾ അവർക്ക് ഖൈറിന് നല്ലത് അവർ ദരിദ്രരായിരിക്കില്ല. കാരണം അവൻ സമ്പത്ത് ലഭിച്ചാൽ ഇതുപോലെയുള്ള മാനസിക അവസ്ഥയിലായിരിക്കുകയില്ല അവൻ. പലപ്പോഴും അവൻ മോശക്കാരനായേക്കാം, അവൻ ധിക്കാരിയും അള്ളാഹുവിനെ മറന്നവനുമായേക്കാം. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പന്നനായിരിക്കുക എന്നതായിരിക്കും അവൻ്റെ ദീനിന് ഖൈർ. അവൻ ദരിദ്രനായാൽ ഒരു പക്ഷേ മോശക്കാരനായേക്കാം, നന്ദിയില്ലാത്തവനായേക്കാം. അതിൽ ക്ഷമിക്കാനും ഈമാനിൽ ഉറച്ചു നിൽക്കാനും അവന് സാധിക്കുക. ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്, രോഗത്തിലും ആരോഗ്യത്തിലുമെല്ലാം ഇത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ചിലർക്ക് അത് നൽകുന്നത്, ചിലർക്ക് ചിലത് തടയുന്നതിന് പിന്നിൽ ഈ ഖൈർ ഉണ്ടായിരിക്കാം. അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്. ولو بسط الله رزق لعباده لبغوا في الأرض ولكن ينزل بقدر ما يشاء. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് റിസ്ക് വിശാലമായി നൽകിയിരുന്നുവെങ്കിൽ അവർ അതിക്രമം പ്രവർത്തിച്ചേനെ. മറിച്ച് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. വിശാലമായി നൽകുക എന്നതും അതുപോലെ പിടിച്ചു വെക്കുക എന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അവനാണ് ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും, അവനാണ് നൽകുന്നവനും പിടിച്ചു വെക്കുന്നവനും. അവൻ നൽകാൻ ഉദ്ദേശിച്ചത് മുടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ തടഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് തരാനും ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവാണ് ഇസ്സത്ത് നൽകുന്നവൻ, അവനാണ് അതുപോലെ ദില്ലത്ത് നൽകുന്നവൻ. പ്രതാപം നൽകുന്നതും നിന്ദ്യത നൽകുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിലൊന്നിലും അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും യഥാർത്ഥത്തിൽ ഒരാളെയും ഉയർത്താനോ താഴ്ത്താനോ സാധ്യമല്ല. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. വല്ലാഹു യഖ്ബിദു വയബ്സുത്, അള്ളാഹു പിടിച്ചു വെക്കുന്നു, അവൻ ഇടുക്കി കളയുന്നു, അവൻ വിശാലമാക്കി നൽകുന്നു. വഇലൈഹി തുർജഊൻ,
അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. അതുകൊണ്ട് ആർക്കെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ വിശാലമായി നൽകിയിട്ടുണ്ടോ, അവൻ ഖൈറായ കാര്യത്തിൽ, അള്ളാഹു അവനോട് കൽപ്പിച്ച കാര്യത്തിൽ, നന്മയിൽ അത് ചെലവഴിക്കണം. ആർക്കെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ ഇടുക്കമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ അവൻ അള്ളാഹുൽ അഭയം തേടണം. അള്ളാഹുവാണ് വിശാലത നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഖില്ലതി വസ്സില്ല. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, രക്ഷ തേടുന്നു. മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന്. വൽ ഖില്ല, കുറഞ്ഞു പോവുക, ഇല്ലാതായി പോവുക. വസ്സില്ല, നിന്യത സംഭവിക്കുക. ഇതിൽ നിന്ന് അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ ഖില്ലതി വസ്സില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില അതിൻ്റെ സദസ്സുകളിലും മറ്റും ചിലർ ഉദ്ധരിക്കാറുള്ള ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ചില വഅദ് പറയുന്ന ആളുകൾ പ്രസംഗിക്കാറുള്ള, ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസുണ്ട്. യഥാർത്ഥത്തിൽ അത് സഹീഹായ ഹദീസല്ല. അള്ളാഹു നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയതായി പലരും ആളുകളിലും മറ്റും ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹദീസ് സഹീഹല്ല. എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ അവിടെ മസ്കനത്ത് എന്നതാണ് അവിടെ ഉദ്ദേശം. അഥവാ അള്ളാഹു നീ എന്നെ വിനയമുള്ളവനാക്കി ജീവിപ്പിക്കുകയും വിനയമുള്ളവനാക്കി ഒതുക്കമുള്ളവനാക്കി മരിപ്പിക്കുകയും ചെയ്യണം. മസ്കനത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, ദാരിദ്ര്യം അവനെ ഒതുക്കി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ മിസ്കീൻ എന്ന് പറയുന്നത്. അസ്കനഹുൽ ഫഖർ, അല്ലദി അസ്കനഹുൽ ഫഖർ, അവനാണ് മിസ്കീൻ. അസ്കൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒതുക്കി കളയുക എന്നതിനർത്ഥമുണ്ട്. ദാരിദ്ര്യം അവനെ ഒതുക്കി കളഞ്ഞിരിക്കുന്നു, അവനാണ് മിസ്കീൻ എന്ന് പറയുക. അപ്പം അവിടെ ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ പോലും അത് മാത്രമാണ് അവിടെ അർത്ഥം. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യം അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല. ഷർറ് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല. ഷർറ് ചോദിക്കാൻ, രോഗം ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ചോദിക്കാനോ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്താണ് പഠിപ്പിച്ചത്? ആഫിയത്ത് ചോദിക്കാനാണ്, അള്ളാഹുവിനോട് ഖൈർ ചോദിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടില്ല, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി, അള്ളാഹു എല്ലാ ഖൈറിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ശർരി കുല്ലിഹി, അള്ളാഹു എല്ലാ ഷർറിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് തേടാൻ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സഹാബികൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹു എനിക്ക് ദുനിയാവിൽ ഖൈർ നൽകണമേ, ഹസനത്ത് നൽകണമേ, നന്മ നൽകണമേ, ആഖിറത്തിൽ നന്മ നൽകണമേ. വഖിനാ അദാബന്നാർ, നീ നരകശിക്ഷയിൽ നിന്ന് തന്നെ കാക്കണമേ. ദുനിയാവിലെ ഹസനത്ത് എന്നാൽ അതിൽ ദുനിയാവിൽ ജനങ്ങൾ നന്മയായി കാണുന്ന ആരോഗ്യവും അതുപോലെ അവനവന് വേണ്ട സൗകര്യങ്ങളും എല്ലാം അതിലുൾപ്പെട്ടു. പരലോകത്തെ ഖൈർ, അതിൽ സ്വർഗം ഉൾപ്പെട്ടു. അതുകൂടാതെ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ചില ആളുകൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കരുത്, നരകത്തിൽ നിന്ന് കാവൽ തേടരുത് എന്നുവരെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സൂഫികൾ ആ ഗണത്തിലാണ്. സൂഫികൾ പറയാറുണ്ട്, എന്ത്, സ്വർഗം ആഗ്രഹിച്ച ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അത് ശരിയല്ല, നരകത്തെ പേടിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അത് ശരിയല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവരുടെ ഇഖ്ലാസ് ശരിയായിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിൻ്റെ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഈമാനിനെ, ഇഖ്ലാസിനെ ചോദ്യം ചെയ്യുന്ന വാദമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് തേടിയത് എന്താണ്? ഖുർആനിൽ നമുക്ക് കാണാം, വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. അള്ളാഹുവേ, നീ സുഖാഡംബരങ്ങളുടെ സ്വർഗത്തിൻ്റെ അനന്തരാവകാശിയായി ആ സ്വർഗം നേടുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ആരാണ് ദുആ ചെയ്യുന്നത്? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് നിസ്കാരത്തിൽ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ ഒരൽപ്പം മിതത്വം പാലിക്കണമെന്ന് കൽപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ.
അവിടെ മുആദിനെ കുറിച്ച് പരാതി പറയാൻ ആയി ഒരു അറാബി, ഗ്രാമീണനായ അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ രീതി എന്താണ്, മുആദിന്റെ രീതി എന്താണ്, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് അമൽ ചെയ്യുന്നത്. അറാബികൾ പൊതുവെ അവരുടെ സംസാര രീതി ഇങ്ങനെ ആയിരിക്കും, അഥവാ വലിയ മര്യാദയൊന്നും അതിൽ കാണുകയില്ല, ഒരു ജഫാ ഉണ്ടാവും, ഒരു വരണ്ട പെരുമാറ്റം അവരിൽ കാണാം. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഹൗലഹാ നുദന്ദിൻ, നമ്മളും അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറയുന്നത്, ഹൗലഹാ നുദന്ദിൻ, അതിനു വേണ്ടിയാണ്, അതാഗ്രഹിച്ചിട്ടാണ് നമ്മളും ഇത് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് മറുപടി പറഞ്ഞു. അപ്പോൾ നോക്കൂ, സ്വർഗത്തിന് വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അമൽ ചെയ്യേണ്ടത്. കാരണം അള്ളാഹു അതിനുവേണ്ടി അമൽ ചെയ്യാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അത് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു പ്രതിഫലം ആയി വാഗ്ദാനം ചെയ്തൊരു കാര്യം ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അള്ളാഹു പേടിക്കാൻ പറഞ്ഞൊരു കാര്യം, രക്ഷപ്പെടാൻ തേടാൻ പറഞ്ഞ കാര്യം, അത് തേടുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സൂഫികളെ പറയുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, ഈ വലിയ വർത്തമാനം പറയുന്ന സൂഫികൾ, അതായത് സ്വർഗം അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ നരകത്തിലായാലും അള്ളാഹുവിനെ നരകത്തിലിട്ടാൽ ഞാനത് തൃപ്തിപ്പെടും എന്ന് വരെ പറയുന്നവർ സൂഫികളിലുണ്ട്. നിങ്ങൾക്കറിയാമോ, മലയാളത്തിൽ പ്രസംഗിച്ച ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ദുനിയാവിലെ ആ രൂപത്തിലുള്ള സൂഫി ദലാലത്തുകൾ കൂടിയതും കുറഞ്ഞതുമായ അളവിൽ ഈ നാട്ടിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണെന്ത്, സ്വർഗത്തിന് വേണ്ടിയല്ല, നരകത്തിൽ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല. ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന അതുപോലെ ആളുടെ രൂപവും ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് മുസ്ലിയാർക്ക് എവിടെന്നെങ്കിലും മുകളിൽ നിന്ന് വീണപ്പോൾ മുസ്ലിയാർ പെറുക്കിയെടുത്തതല്ല, മറിച്ച് സൂഫികളുടെ നേതാക്കന്മാരുടെ വാദമാണ്. എന്നാൽ ഇത് പറഞ്ഞ സൂഫികളുടെ നേതാക്കന്മാർ, കാരണം ഇതുപോലത്തെ ദലാലത്ത് പറഞ്ഞാൽ, ഇതുപോലത്തെ ബാത്തിൽ പറഞ്ഞാൽ പൊതുവെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുകയില്ല. ദുനിയാവിൽ തന്നെ അള്ളാഹുവിനെ വഷളാക്കും. അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് കളിച്ചാൽ അള്ളാഹു വെറുതെ വിടുകയില്ല. ഇത് ചില്ലറ കാര്യമല്ല. സൂഫികളുടെ ചില നേതാക്കന്മാർ, അവർക്ക് ഈ വീമ്പിളക്കിയ നേതാക്കന്മാരാണ്. നരകം പോലും എനിക്ക് പ്രശ്നമല്ല എന്ന് വീമ്പിളക്കിയ നേതാക്കന്മാരിൽ ചില രോഗങ്ങൾ വന്നു, ദുനിയാവിലെ രോഗങ്ങൾ, മൂത്രം പോകാനുള്ള പ്രയാസം പോലെ ഉള്ള ചില രോഗങ്ങൾ. അപ്പം അവരുടെ നേതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ നീ ഇതിപ്പോൾ എനിക്ക് മാറ്റി തരണമെങ്കിൽ ഞാനിപ്പോൾ കാഫറാവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവനാണ് അത്ര നരകം സഹിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ അദാബിൽ അതിൻ്റെ ഒരു കാറ്റേറ്റാൽ പോലും അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവൻ പറയുകയാണെന്ത്, നരകമായിക്കോട്ടെ കുഴപ്പമില്ല എന്ന്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുഴപ്പങ്ങളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കെട്ടിക്കൊടുക്കുകളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കടുപ്പം നിറഞ്ഞ നിലപാടുകളിൽ ആരെങ്കിലും പിടിക്കാൻ ശ്രമിച്ചോ അവൻ പരാജയപ്പെടും, അവൻ നിന്ദനാകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നദ്ദീന യുസ്റുൻ, ഈ ദീൻ എളുപ്പമുള്ള ദീനാണ്. വലൻ യുശാദ്ദ അദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹ, ആരെങ്കിലും ഈ ദീനിനെ കടുപ്പിക്കാൻ ശ്രമിച്ചാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് നിർബന്ധം, അള്ളാഹു ഹറാമാക്കിയത് ഹറാം. അതിലപ്പുറത്തേക്ക് ഒരാൾ പോവുക പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുകയാണ്. അയാളുടെ ശരീരമാകെ തളർന്നിരിക്കുന്നു, അയാളുടെ ശരീരം ക്ഷീണിച്ചു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും തേടാറുണ്ടോ, നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അള്ളാഹുവിനോട് പറയാറുണ്ട്, അള്ളാഹുവേ ഞാൻ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ റബ്ബേ നീ ഈ ലോകത്ത് വെച്ച് തന്നെ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹു, ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് ഇവിടെ വെച്ച് തന്നെ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വലാ തുതീഖു ദാലിക്, നിനക്കൊരിക്കലും സഹിക്കാൻ സാധ്യമല്ല, പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. നീ എന്താണ് തേടേണ്ടത്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന,
വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന്റെ രോഗം മാറി. അതുകൊണ്ട് ഇതുപോലത്തെ മുസീബത്തുകൾക്ക് ചോദിക്കാൻ പാടില്ല. ഇതുപോലുള്ള മുസീബത്തുകൾക്ക് ചോദിക്കാൻ പാടില്ല. പ്രയാസമുണ്ടായ ഒരാൾക്ക്, ദാരിദ്ര്യമുണ്ടായ, അള്ളാഹുവിനോട് കാവൽ തേടുക. ഒരാൾ കടത്തിൽപ്പെട്ടു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. റബ്ബേ, നീ ഹലാലാക്കിയത് കൊണ്ട് എനിക്ക് മതിയാക്കി നൽകണമേ. ഹറാമിൽ പോകാതെ ഹലാലിൽ മതിയാക്കാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. റബ്ബേ, നിന്റെ ഔദാര്യം മുഖേന നീയല്ലാത്ത ഒരാളിലേക്കും തിരിയേണ്ടാത്ത വിധം നീ എനിക്ക് ധന്യത, ഐശ്വര്യം നൽകണമേ. അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. പ്രയാസത്തിൽ, കടങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനോട് തേടേണ്ട തേട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഐല വൽ മസ്കന. അള്ളാഹു, ദാരിദ്ര്യത്തിൽ നിന്ന്, അതുപോലെ നിന്ദനായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് അൽ ഖാബിദ് അൽ ബാസിത്ത് എന്ന റബ്ബിന്റെ പേരുകൾ, അതിലടങ്ങിയിട്ടുള്ള വിശേഷണങ്ങൾ മനസ്സിലാക്കിയ മുഅ്മിൻ, അവൻ അള്ളാഹു വിശാലമാക്കി നൽകിയാൽ അവൻ വിശാലമായി അതിൽ നിന്ന് നൽകുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഇനി ഒരാൾക്ക് റിസ്കിൽ ഒരു ഇടുക്കം അനുഭവപ്പെട്ടോ, റബ്ബിന്റെ പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ്, അവൻ അള്ളാഹുവിനോട് അഭയം തേടുക. ആകാശഭൂമികളുടെ ഖജനാവുകളെല്ലാം റബ്ബിൻ്റെതാണ്. അള്ളാഹു കൊടുത്തതല്ലാതെ ഒരാളുടെ കയ്യിലുമില്ല. ഈ ലോകത്ത് വലിയ ഖജനാവുകൾ കൈവശമുള്ള, വലിയ ആസ്തികൾ, കോടികൾ കൈവശമുള്ളവനാകട്ടെ, അള്ളാഹു കൊടുത്തതല്ലാതെ ഒരൽപ്പം പോലും, ഒരിറ്റുപോലും അവൻ്റെ കയ്യിലില്ല. യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു. ഓൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും പട്ടിണി പാവങ്ങളെ, ഞാൻ ഭക്ഷണം നൽകിയവരൊഴികെ. അള്ളാഹു പറയുകയാണ്, നിങ്ങളെല്ലാവരും, നിങ്ങളൊരാളും ഒഴിവില്ലാതെ സകലരും വസ്ത്രമില്ലാത്തവരാണ്. ഇല്ലാ മൻ കസൗതു, ഞാൻ വസ്ത്രം നൽകിയവനൊഴികെ. അള്ളാഹു പറയുകയാണ്, അള്ളാഹു നൽകിയതാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഫസ്തത്ഇമൂനി ഉത്ഇംകും, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. ഫസ്തക്സൂനി അക്സുക്കും, നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവനാണ് അൽ ഖാബിദ്, അവനാണ് അൽ ബാസിത്ത്. നോക്കൂ, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും പ്രയാസമനുഭവിച്ച ആ യുദ്ധത്തിൽ മുശ്രിക്കുകൾ പോയി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഇസ്തവൂ ഹത്താ ഉസ്നി അലാ റബ്ബി, നിങ്ങൾ നിൽക്കൂ, ഞാൻ എൻ്റെ റബ്ബിനെ പ്രകീർത്തിക്കട്ടെ. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സഫായി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു, അല്ലാഹു നിനക്കാണ് എല്ലാ സ്തുതിയും. ലാ ഖാബിദ ലിമാ ബസത്ത് വലാ ബാസിത ലിമാ ഖബദ്ത്. റബ്ബേ, നീ പിടിച്ചു വച്ചത് നൽകാൻ, നീ ഇടുക്കി കളഞ്ഞത് വിശാലമാക്കാൻ ഒരാളുമില്ല. നീ വിശാലമാക്കിയത് അത് പിടിച്ചു വെക്കാനോ ഇടുക്കി കളയാനോ ഒരാളും തന്നെയില്ല. വല ഹാദിയ ലിമ അദ്ലൽത്, നീ വഴിതെറ്റിച്ചതിനെ നേർവഴിയിലാക്കാൻ ആരുമില്ല. വല മുദില്ല ലിമൻ ഹദൈത്, നീ ആരെ ഹിദായത്തിലാക്കിയോ അവരെ വലാലത്തിലാക്കാനും ആരും തന്നെയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. വല മുഅ്തിയ ലിമ മനഅത്, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. വല മാനിഅ ലിമ അതൈത്, നീ നൽകുന്നത് തടയാനും ആരുമില്ല. വല മുഖർരിബ ലിമ ബഅത്, നീ അകറ്റിയത് അടുപ്പിക്കാൻ ആരുമില്ല. വല മുബാഇദ ലിമ ഖറബ്ത്, നീ അടുപ്പിച്ചതിനെ അകറ്റാൻ ആരുമില്ല. നീ അകറ്റിയതിനെ അടുപ്പിക്കാനോ നീ അടുപ്പിച്ചതിനെ അകറ്റാനോ ആരുമില്ല. اللهم ابسط علينا من بركاتك ورحمتك وفضلك ورزقك. അല്ലാഹുവേ, ഞങ്ങൾക്ക് വിശാലമായി നൽകണമേ നിന്നിൽ നിന്നുള്ള ബറക്കത്ത്, നിന്റെ അനുഗ്രഹങ്ങൾ, നിന്റെ കാരുണ്യം, നിന്റെ ഔദാര്യം, നിന്റെ റിസ്ക്, നീ നൽകുന്ന ഉപജീവനം, ഇതെല്ലാം വിശാലമായി നീ ഞങ്ങൾക്ക് നൽകണമേ. اللهم إني أسألك النعيم المقيم الذي لا يحول ولا يزول. അല്ലാഹുവേ, നീങ്ങിപ്പോകാത്ത, പോയി പോകാത്ത, നിലനിൽക്കുന്ന അനുഗ്രഹം നീ നൽകണമേ.
اللهم إني أسألك النعيم يوم القيامة റബ്ബേ ഖിയാമത്ത് നാളിൽ ഞാൻ നിന്നോട് അനുഗ്രഹം ചോദിക്കുന്നു. വൽ അംന യൗമൽ ഖൗഫ് ഭയപ്പാടിന്റെ ദിവസം നിർഭയത്വം ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി ആഇദും ബിക മിൻ ശർരി മാ അതൈതന വശർരി മാ മനഅത് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകിയതിന്റെ ഷർറിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകാതെ തടഞ്ഞു വെച്ചതിന്റെ ഷർറിൽ നിന്നും അതിന്റെ എല്ലാം കെടുതിയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين അള്ളാഹുവേ ഈമാൻ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കി തരണമേ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അലങ്കരിച്ചു വെക്കണമേ. കുഫറിനോടും ധിക്കാരത്തോടും തോന്നിവാസത്തോടുമെല്ലാം നീ ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തരണമേ. വജഅൽനാ മിനർ റാഷിദീൻ നീ ഞങ്ങളെ സന്മാർഗം സിദ്ധിച്ചവരിൽ സന്മാർഗത്തിലായവരിൽ ഉൾപ്പെടുത്തണമേ. അല്ലാഹുമ്മ തവഫ്ഫനാ മുസ്ലിമീന വഅഹ്യിനാ മുസ്ലിമീൻ അല്ലാഹു നീ ഞങ്ങളെ മുസ്ലിമീങ്ങളായി ജീവിപ്പിക്കുകയും മുസ്ലിമീങ്ങളായി മരിപ്പിക്കുകയും ചെയ്യണമേ. വൽഹിഖ്നാ ബിസ്സാലിഹീൻ സാലിഹുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ചേർത്തു തരണമേ. ഗൈറ ഖസായ വല മഫ്തൂനീൻ നിന്ദരോ ഫിത്നകളിൽ കുഴപ്പങ്ങളിൽ അകപ്പെട്ടവരോ ആക്കാതെ. അല്ലാഹുമ്മ ഖാതിലിൽ കഫറത അല്ലദീന യുകദ്ദിബൂന റുസുലക വയസുദ്ദൂന അൻ സബീലിക ഉഹദ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, അല്ലാഹുവേ നിന്റെ റസൂലുകളെ നിഷേധിച്ച നിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞ കാഫറുകളെ നീ നശിപ്പിക്കണമേ. വജഅൽ അലൈഹിം റിജ്സക വഅദാബക നിന്റെ ശിക്ഷയും നീ വരുത്തി വെക്കുന്ന റിജ്സും അവർക്ക് വരുത്തി വെക്കുന്ന അപകടങ്ങളും നീ അവർക്ക് നേരെ അയക്കണമേ. അല്ലാഹുമ്മ ഖാതിലിൽ കഫറത അല്ലദീന ഊതുൽ കിതാബ ഇലാഹൽ ഹഖ് യഥാർത്ഥ ഇലാഹായ അല്ലാഹുവേ നിഷേധികളായ നിന്റെ കിതാബ് മുമ്പ് നൽകപ്പെട്ടവരായ എന്നാൽ കാഫറുകളായ ആളുകളെ അല്ലാഹു നീ നശിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദുആയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുകൾ ചോദിക്കുമ്പോൾ ഷർറിൽ നിന്ന് കാവൽ തേടുമ്പോൾ അല്ലാഹുവിന്റെ ഈ വിശേഷണങ്ങൾ എടുത്തു പറയുക. അല്ലാഹു ഖാബിദും അവൻ ബാസിതുമാണ് എന്ന അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട്. അല്ലാഹു യഖ്ബിദു വയബ്സുത്ത് അവൻ വിശാലമായി നൽകുന്നവനാണ്, അവൻ ഇടുക്കം നൽകുന്നവനുമാണ്. അള്ളാഹു മുഅ്മിനുകൾക്ക് ചിലത് നൽകാതെ പിടിച്ചു വെക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ധാരാളം കാര്യങ്ങളിൽ ഖൈറായിത്തീരും, ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഖൈറായിത്തീരും. അതുപോലെ ഈ പേരുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവാണ് നാട്ടിലെ വിലയായാലും റിസ്ഖിൻ്റെ കാര്യമായാലും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എങ്കിൽ കൂടി അതിന് അള്ളാഹു ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ഈ പറഞ്ഞതിനെതിരല്ല അള്ളാഹു കാരണങ്ങൾ നിശ്ചയിക്കുക എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസഅ ലഹു ഫി ഉംരിഹി ഫൽയസിൽ റഹിമഹു من أحب أن يبسط له في رزقه وينسأ له في عمره فليصل رحمه ആർക്കാണോ തൻ്റെ റിസ്കിൽ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ ആഗ്രഹമുള്ളത്, തൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ആഗ്രഹമുള്ളത് ഫല്യസിൽ റഹിമ അവനവൻ്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ഈ ഹദീസ് നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് ശ്രദ്ധിക്കുക. അള്ളാഹുവാണ് ആയുസ്സിൽ വിശാലത നൽകുന്നവൻ, അള്ളാഹുവാണ് റിസ്ക് വിശാലമായി നൽകുന്നവൻ, യാതൊരു സംശയവുമില്ല. അതേസമയം അതിന് ഭൗതികമായി അതിന് കാരണമാകുന്ന ഒരു കാര്യം, ഒരു സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. ഫല്യസിൽ റഹിമ അവനവൻ്റെ കുടുംബബന്ധം ചേർക്കട്ടെ. ഇതുപോലെ തന്നെയാണ് നാട്ടിലെ വിലക്കയറ്റവും വിലക്കുറവും ബാക്കി കാര്യങ്ങളും കച്ചവടവും അതിലെ ലാഭവും. യഥാർത്ഥത്തിൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എന്നാൽ അള്ളാഹു അതിന് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. അള്ളാഹു അവൻ്റെ ഹിക്മത്തിനാൽ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇന്നത് സംഭവിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും, ഇന്നത് സംഭവിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ കാരണങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൽ ഹൃദയം കൊണ്ട് തവക്കുലാക്കുകയും ചെയ്യുക. കാരണങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹുവിൽ ഹൃദയം കൊണ്ട് തവക്കുലാക്കുക. മുൻഗാമികളിൽ ചിലരോട്, അതുപോലെ മഹാന്മാരായ ചില പണ്ഡിതന്മാരോട് വിലക്കയറ്റം, നാട്ടിലെങ്കും വിലക്കയറ്റമാണ്, അതിന് വില കൂടി, ഇതിന് വില കൂടി, ഈ പരാതി പറയുമ്പോൾ അവർ പറഞ്ഞ ചില മറുപടി കാണാം. നിങ്ങൾ തഖ്വ കൊണ്ട്
വില കുറക്കുക, കയറിയ വില കുറക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നവർ മറുപടി പറഞ്ഞത് കാണാം. യഥാർത്ഥത്തിൽ ഇതുപോലെ ജനങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന മുസീബത്തുകൾക്ക് കാരണം ആളുകളുടെ പാപങ്ങളാണ്, അവരുടെ തിന്മകളാണ്. തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് അതിൽ മാറ്റങ്ങളുണ്ടാകും, അതിൽ ബറക്കത്തുണ്ടാകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്ദാ വദ്ദവാ എന്ന കിതാബിൽ അതുപോലെ മുൻഗാമികളായ ചില ആളുകളിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുക, ഒരു കാലത്ത് പഴയ കാലത്ത് സൂക്ഷിച്ചിരുന്ന ഒരു ധാന്യമണി ചില ആളുകൾക്ക് കണ്ടുകിട്ടുകയുണ്ടായി. പഴയ കാലത്തത് ആണ് സൂക്ഷിച്ചു വെച്ചത്. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞ് അത് ആളുകൾക്ക് നശിച്ചു പോകാതെ കിട്ടുകയാണ്. അപ്പം അതിൻ്റെ വലിപ്പം കണ്ടവർ അത്ഭുതപ്പെടുന്നു. അതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. അത് നോക്കൂ, ഏതെങ്കിലും ഒരു ധാന്യം, അതേ ധാന്യം പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് നമുക്കിന്ന് കിട്ടുകയാണ്. പക്ഷെ അതിൻ്റെ വലിപ്പവും ഇന്നത്തെ അതിൻ്റെ വലിപ്പവും കണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണെന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ വലിപ്പം കണ്ട ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഇത് അള്ളാഹുവിനെ ജനങ്ങൾ സൂക്ഷിച്ചിരുന്ന കാലത്ത്, തിന്മകൾ കുറവായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഈ ധാന്യമണിയുടെ വലിപ്പമായിരുന്നു. ജനങ്ങളിൽ നിന്ന് തഖ്വ നീങ്ങിപ്പോയപ്പോൾ, പാപങ്ങൾ വർദ്ധിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം ബറക്കത്ത് കുറഞ്ഞില്ലാതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. അവസാന കാലം ഈസ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരികയും ഭൂമിയിൽ ഖൈർ മാത്രം ആവുകയും ചെയ്താൽ ശിർക്കും കുഫറും പരിപൂർണമായി ഇല്ലാതാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മാത്രമാകുന്നു. തിന്മ ഉപേക്ഷിക്കപ്പെടുന്നു. ആ സമയത്ത് എന്താണ് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഒരു പഴത്തിൻ്റെ തൊലി കൊണ്ട് ഒരുപാട് ആളുകൾ അവർക്ക് മഴ കൊള്ളാതെ നിൽക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് വലിപ്പം നോക്കൂ നിങ്ങൾ. അത് അവസാന കാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ജനങ്ങളിൽ നന്മ പരിപൂർണമായി നിലനിൽക്കുന്ന, തിന്മയില്ലാത്തൊരു കാലം വരാനുണ്ട്. അതിനുശേഷം ഖിയാമത്ത് വീണ്ടും അടുക്കുമ്പോൾ വീണ്ടും തിന്മ വരും, അത് വേറെ കാര്യമാണ്. പക്ഷെ അതിനിടയിൽ നന്മ നിറഞ്ഞൊരു കാലമുണ്ട്. ആ കാലത്ത് സംഭവിക്കുന്നതാണിത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹിംസ്ര ജന്തുക്കളിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന് അതിൻ്റെ ആ സ്വഭാവം എടുത്തു നീക്കപ്പെടും. ഒരു ചെറിയ പെൺകുട്ടി സിംഹത്തിനെ ആട്ടിവിടുകയാണ്. സിംഹം അതിൻ്റെ അടുത്തേക്ക് വരികയാണ്, അതിനെ ആട്ടിവിടുന്നു. അത് ആ കുട്ടി ഉപദ്രവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരകിടിൽ നിന്ന് കറന്നെടുത്ത ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് പാൽ കുടിക്കാൻ സാധിക്കും. അപ്പം ഈ ബറക്കത്തുകൾ ജനങ്ങളുടെ തിന്മക്കനുസരിച്ച് കുറഞ്ഞ് ഇല്ലാതാകും. തിന്മകൾ ഇല്ലാതാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ബറക്കത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് അള്ളാഹു റിസ്ക് വിശാലമായി നൽകാനുള്ള വഴികളിലൊന്നാണ്. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും അൻഹാറ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും നൽകി അള്ളാഹു പരിപോഷിപ്പിക്കും. വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും അൻഹാറ, തോട്ടങ്ങളും അരുവികളും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈയുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് മക്കളിൽ നിന്ന് പരാതി പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് കൃഷി വളരെ നഷ്ടത്തിലാണ് എന്ന പരാതി പറഞ്ഞു. മറ്റൊരാൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന സങ്കടം പറഞ്ഞു. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് വന്നവരോടൊക്കെ മറുപടി പറയുകയാണ്, ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ, ഇസ്തിഗ്ഫാർ നടത്തുക, ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഇസ്തിഗ്ഫാറും തൗബയും അത് കുടുങ്ങിപ്പോയ ഇടങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ അത് മുഖേന സാധിക്കും. അടഞ്ഞുപോയ വാതിലുകൾ അത് മുഖേന തുറക്കപ്പെടും. അള്ളാഹു റബ്ബുൽ ആലമീൻ വിശാലതയും അതുപോലെ ധാരാളം ഖൈറുകളും നൽകാൻ അത് കാരണമാകും. പാപങ്ങൾ മുസീബത്തുകൾക്ക് കാരണമാണോ
അതുപോലെ ഇസ്തിഗ്ഫാർ മുസീബത്തുകൾ നീങ്ങാൻ, അള്ളാഹു ഖൈറുകൾ നൽകാനുള്ള കാരണമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ പേരുകളിൽ ഇനി നമ്മൾ വിശദീകരിക്കുന്നത് അൽ മന്നാൻ എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അൽ മന്നാൻ എന്നത് അള്ളാഹുവിൻ്റെ പേരുകളിലൊന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഇത് പേരായി പരാമർശിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പേരിൽ അടങ്ങിയിട്ടുള്ള വിശേഷണം എന്താണോ, പ്രവർത്തനം എന്താണോ അത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹു മുഅ്മിനുകൾക്ക് മിന്നത്ത് ചൊരിഞ്ഞിരിക്കുന്നു. മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞിരിക്കുന്നു, ഖുർആനിൽ കാണാം. അഥവാ അനുഗ്രഹം ചൊരിയുന്നവൻ, ധാരാളമായി അനുഗ്രഹം ചൊരിയുന്നവൻ, അവൻ്റെ പേരാണ് അൽ മന്നാൻ. അള്ളാഹു മന്നാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ദുആ ചെയ്യുന്നത് കേൾക്കുകയാണ്. എന്താണ് അയാൾ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിസ്മിഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ അൽ ഇസ്മുൽ അഅ്ളം, ഏറ്റവും മഹത്തരമായ പേരാണ് നീ വിളിച്ചിരിക്കുന്നത്. അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ്, ആ പേര് മുഖേന വിളിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. വഇദാ സുഇല ബിഹി അഅത, ആ പേര് പറഞ്ഞ് അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അവൻ നൽകും. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് പറയുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ, അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കാണ് സ്തുതി. ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു, അള്ളാഹുവെ നീ അല്ലാതെ മറ്റൊരു ആരാധനക്ക് അർഹനില്ല. അൽ മന്നാൻ, നീ എങ്ങനെയുള്ളവനാണ്? അൽ മന്നാൻ, എല്ലാ അനുഗ്രഹങ്ങളും വിശാലമായി നൽകുന്നവനാണ്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം, ആ പേര് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുണ്ട്. യാ ദൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹു എല്ലാ മഹത്വങ്ങളും ഉടയവനാണ്, അവൻ എല്ലാ ആദരവുകളുടെയും ഉടയവനാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ. അതാണ് ആ ദുആഇന്റെ അർത്ഥം. ആ ഹദീസിൽ ഏതു പേര് വന്നിട്ടുണ്ട്? അൽ മന്നാൻ എന്ന, നമ്മൾ ഇപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പേര് വന്നിട്ടുണ്ട്. എന്താണ് അൽ മന്നാൻ എന്നതിൻ്റെ അർത്ഥം? ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ, അതിവിശാലമായി നന്മകൾ നൽകുന്നവൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് ഇടമുറിയാത്ത അനുഗ്രഹങ്ങളാണ്. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന, ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, ശ്വാസനിശ്വാസങ്ങൾ സംഭവിക്കുന്നു, ആരോഗ്യമുണ്ട് നമുക്ക്. ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ, ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അൽ മന്നാൻ എന്ന് അങ്ങനെ നിരുപാധികം പറയാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അർഹത തന്നെയില്ല. അള്ളാഹു നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ആണ് അവൻ്റെ അടിമകളോട് മിന്നത്ത് പറയാനുള്ളൂ. അടിമകൾക്കൊരാൾക്കും അവനോട് മിന്നത്ത് പറയാം. എന്താണ് മിന്നത്ത് പറയുക എന്ന് പറഞ്ഞാൽ? അഥവാ ഇന്നത് ചെയ്തു തന്നു, ചെയ്തു തന്നതുകൊണ്ട്, എന്തെങ്കിലും ഉപകാരം ചെയ്തുകൊണ്ട് ഒരു മേൽക്കൈ, അത് അടിമകൾക്കുമേൽ അള്ളാഹുവിന് മാത്രമാണുള്ളത്. ഒരു കാര്യവും ഒരു ഉപകാരവും അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് സാധ്യമല്ല. ഖുർആനിൽ പറഞ്ഞത് നോക്കൂ, അള്ളാഹു യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അള്ളാഹു പറയുകയാണ്, യമുന്നൂന അലൈക അൻ അസ്ലമു. ചില അറബികൾ, ഗ്രാമീണരായ അറബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് മുസ്ലിമീങ്ങളായി ഞങ്ങൾ എന്നത്
നബിക്കെന്തോ അവർ അങ്ങോട്ട് ഉപകാരം ചെയ്തു കൊടുത്തതുപോലെ പറയുകയാണ്. ചില ആളുകൾ അങ്ങനെയാണ്. അവൻ തഖ്വ പാലിച്ച് ജീവിക്കുന്നത്, അവൻ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അവൻ നമുക്ക് തരുന്ന എന്തോ ഉപകാരം പോലെ, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന എന്തോ ഉപകാരം പോലെ അവൻ സംസാരിക്കും. നീ ആർക്കാണ് ഉപകാരം ചെയ്യുന്നത്? നീ നിനക്കാണ് ഉപകാരം ചെയ്യുന്നത്. അള്ളാഹു നിനക്കാണ് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ളത്. അല്ലാതെ നീ നന്നായി ജീവിക്കുന്നത് നീ അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന എന്തോ കാര്യമല്ല. അള്ളാഹുവിന് നിന്റെ ഇബാദത്തിൻ്റെയോ ലോകരിൽ ആരുടെയെങ്കിലും ഇബാദത്തിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല. അള്ളാഹു അതിന് ആവശ്യക്കാരനല്ല. അള്ളാഹു അതിന് ആവശ്യക്കാരനല്ല ഒരിക്കലും. അവൻ്റെ അനുഗ്രഹം കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ നിന്റെ ഇബാദത്ത് സ്വീകരിക്കുകയാണ്, അവനത് തൃപ്തിപ്പെടുകയാണ്. അതല്ലാതെ അള്ളാഹു നിന്റെ ഇബാദത്തുകൾക്ക് ആവശ്യക്കാരനല്ല. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമീങ്ങളായി എന്നത് നബിയെ താങ്കൾക്ക് ചെയ്തു തന്ന എന്തോ ഉപകാരം പോലെ അവർ പറയുന്നു. ഖുൽ, പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നത് നിങ്ങൾ ഉപകാരം ചെയ്തതുപോലെ പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും, മറിച്ച് അള്ളാഹു ആണ് നിങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞത്, അനുഗ്രഹം ചൊരിഞ്ഞത്. അൻ ഹദാകും ലിൽ ഈമാൻ, ഈമാനിലേക്ക് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിക്കൊണ്ട്, ഇതിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് അങ്ങോട്ട് അനുഗ്രഹം ചെയ്തു തന്നിരിക്കുകയാണ്. ഇതുപോലെ റബ്ബിന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്നതുപോലെ പറയാൻ ഒരാൾക്കും യാതൊരു അർഹതയുമില്ല, അതൊരാൾക്കും സാധിക്കുകയുമില്ല. അള്ളാഹുവിൻ്റെ മിന്നത്ത്, അവൻ്റെ അനുഗ്രഹം ആർക്കാണ് ലഭിക്കാത്തത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാത്ത ആരെങ്കിലും ഉണ്ട്? ഒരാളുമില്ല, ഒരു സൃഷ്ടിയുമില്ല. കാഫിറോ മുസ്ലിമോ ഇല്ല, നന്മ ചെയ്യുന്നവനോ തോന്നിവാസിയോ, എല്ലാവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, പുറമേക്ക് കാണാവുന്നതും കാണാത്തതുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ മൂടിയിരിക്കുന്നു എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം നൽകുന്നു. അള്ളാഹുവിൻ്റെ മിന്നത്താണ്, അവൻ്റെ അനുഗ്രഹമാണ്. പ്രയാസങ്ങൾ അവൻ നീക്കുന്നു, അവൻ ഹിദായത്ത് നൽകുന്നു, അവൻ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ വീണുപോയിടത്ത് നിന്ന് കാത്തുരക്ഷിക്കുന്നു, രക്ഷപ്പെടുത്തുന്നു. അള്ളാഹു കാവലേകുന്നു, തിന്മകളിൽ വിടാതെ അള്ളാഹു സംരക്ഷിക്കുന്നു, ഈമാൻ പ്രിയങ്കരമാക്കി നൽകുന്നു. ഇതെല്ലാം അള്ളാഹു മുഅ്മിനുകൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വെച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് മുൻപ് അള്ളാഹു അവരെ സ്മരിക്കുന്നു. അള്ളാഹുവിനെ അവർ സ്മരിക്കുന്നതിന് മുൻപ് അള്ളാഹു അവരെ സ്മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാം. ഞാൻ വിചാരിച്ചു അള്ളാഹുവിനെ ഒരാൾ ഓർത്താൽ അപ്പോഴാണ് അള്ളാഹു അവനെ ഓർക്കുകയെന്ന്. അള്ളാഹുവിനെ ഒരുവൻ തൃപ്തിപ്പെട്ടാൽ അപ്പോഴാണ് അള്ളാഹു അവനോട് തൃപ്തിപ്പെടുക എന്ന്. എന്നാൽ ഖുർആനിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു നേരെ തിരിച്ച്. കാരണം അള്ളാഹു പറഞ്ഞത് ഫദ്കുറൂനി, അള്ളാഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻ, റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. വറദു അൻ, അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു. ആദ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുപോലെ യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹു അവരെ സ്നേഹിക്കുന്നു, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഇങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാതെ ഒരാൾക്കും യഥാർത്ഥത്തിൽ റബ്ബ് തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാതെ ഒരാൾക്കും അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധ്യമല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഓരോരുത്തർക്കും അത് സാധിച്ചത്. ഇങ്ങനെയുള്ള റബ്ബ്, സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക, ഈ കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. ഈ പറയാൻ പോകുന്ന കാര്യം വളരെ നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ നമ്മിൽ പലരും ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളിലൊന്നാണ് അള്ളാഹു അവൻ്റെ ഈ പേരുകൾ, അവൻ്റെ ഈ വിശേഷണങ്ങൾ നമുക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നു എന്നത്. അള്ളാഹു അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്. ചിന്തിച്ചിട്ടുണ്ടോ അനുഗ്രഹത്തെക്കുറിച്ച്? റബ്ബ് പറഞ്ഞു തരികയാണ്, നിന്റെ റബ്ബ് റഹ്മാനാണ്, നിന്റെ റബ്ബ് റഹീമാണ്, അവൻ ഗഫൂറാണ്, അവൻ റഹീമാണ്, അവൻ വദൂദാണ്. അള്ളാഹു പറഞ്ഞു തന്നില്ലെങ്കിൽ ആരും നമുക്ക് പറഞ്ഞു തരും? ഇത് പറഞ്ഞു തന്നു എന്നത്, അള്ളാഹു അവൻ്റെ പേരുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് പലതും. ഇന്നത് ചെയ്യണം,
റബ്ബിൻ്റെ നിഅമത്താണ് സഹോദര. അള്ളാഹു പലതും നിന്നോട് വിലക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മിന്നത്താണ്, അവൻ്റെ അനുഗ്രഹമാണത് സഹോദര. അല്ലാതെ അള്ളാഹു നിന്നോട് പിശുക്കിയതല്ല. അള്ളാഹു നിന്നോട് പിശുക്കിയതല്ല. ദുനിയാവിൽ അള്ളാഹു ചിലതൊക്കെ നിനക്ക് പാടില്ല എന്ന് തീരുമാനിച്ചത് അള്ളാഹു നിന്നോട് പിശുക്ക് കാണിച്ചതല്ല, മറിച്ച് അത് നിനക്ക് ഷർറായതുകൊണ്ടാണ്, അത് നിനക്ക് അങ്ങേറ്റം അപകടകരമായതുകൊണ്ടാണ്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് പിശുക്ക് കാണിച്ചതല്ല. ഏറ്റവും നല്ല അഭിസംബോധനയോടെ അള്ളാഹു മുഅ്മിനുകൾ അഭിസംബോധന ചെയ്തിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, വിശ്വസിച്ചവരെ. എത്ര മധുരമുള്ള അഭിസംബോധനയാണത്. അള്ളാഹു ഈ മുഅ്മിനുകളോട്, അവൻ്റെ അടിമകളോട് ഗുണകാംക്ഷ കാണിച്ചിരിക്കും. അവർക്ക് നല്ലത് വരണം. ആ നല്ലത് വരാനുള്ള കാര്യങ്ങൾ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. വസിയ്യത്തുകൾ അള്ളാഹു നൽകിയിരിക്കുന്നു. വസിയ്യത്ത്, വസൈന എന്ന ഖുർആനിലല്ലേ, വസൈന, നാം വസിയ്യത്ത് നൽകിയിരിക്കുന്നു. ആരാണ് വസിയ്യത്ത് നൽകുക? ആരാണ് നസീഹത്ത് കാണിക്കുക? സ്നേഹമുള്ളവനാണ്, ഏറ്റവും സ്നേഹമുള്ളവനാണ്, ഏറ്റവും കാരുണ്യമുള്ളവനാണ്. ആയത്തുകൾ അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നു, ഉദാഹരണങ്ങൾ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ചില അറാബികൾ, ഗ്രാമീണരായ ചില അറബികൾ, അവരിലൊരാൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് ഖുർആനിലെ ഒരായത്ത് കേൾക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സത്യം ചെയ്തു പറയുന്ന ഒരായത്ത്, സത്യം ചെയ്ത് അള്ളാഹു പറഞ്ഞ ചില ആയത്തുകളുണ്ട് ഖുർആനിൽ. അപ്പം ഈ അറാബി ഗ്രാമീണരായ, മറ്റു വിവരങ്ങളൊന്നും, ലോക വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരുവൻ പറയുകയാണ്, കരീമായി റബ്ബ്, അത്യുദാരനായി റബ്ബ്, എന്തിനാണ് അവൻ സത്യം ചെയ്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ചോദിക്കുന്നത് എന്താണ്? അങ്ങനെ പറയേണ്ട ആവശ്യം അവനില്ലല്ലോ. അങ്ങനെ പറയാതെ തന്നെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കേണ്ടവരാണല്ലോ നമ്മൾ. അങ്ങനെ അള്ളാഹു റബ്ബുൽ ആലമീൻ വസിയ്യത്ത്, ഉദാഹരണങ്ങൾ വിവരിച്ചത്, സത്യം ചെയ്തു പറഞ്ഞത്, വസിയ്യത്ത് നൽകി, ഇതെല്ലാം അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. ഓക്കെ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. ഖുർആനിൽ രണ്ടിടത്ത് ഈ ആയത്ത് നമുക്ക് കാണാം. ഒരിടത്ത് അള്ളാഹു അവനെക്കുറിച്ച് പറയാം, ഇന്നല്ലാഹ ഗഫൂർ റഹീം. അതിൻ്റെ തൊട്ടുടനെ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചൊരിയുന്നവനാണ്. മറ്റൊരിടത്ത് മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്തു പറഞ്ഞിട്ട്? അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മനുഷ്യൻ അങ്ങേയറ്റം അക്രമിയും നന്ദി കെട്ടവനുമാണ്. അനുഗ്രഹങ്ങൾ എണ്ണാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടിടത്ത് ഖുർആനിൽ ആ പരാമർശമുണ്ട്. ഒരിടത്ത് അള്ളാഹുവിനെ കുറിച്ചാണ്, ഒരിടത്ത് മനുഷ്യനെ കുറിച്ചാണ്. അള്ളാഹു പുറത്തു തരുന്നവനാണ്, അവൻ കരുണ ചൊരിയുന്നവനാണ്. മനുഷ്യനോ അവൻ അങ്ങേയറ്റം അക്രമിയും അവൻ അങ്ങേയറ്റം നന്ദി കെട്ടവനുമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഉസൂൽ അഥവാ ആ അനുഗ്രഹങ്ങൾ പലതും മടങ്ങിച്ചെല്ലുന്ന ഉസൂലു നിഅം എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അതൊക്കെയാണ് അനുഗ്രഹങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണോ, അത് ഏതൊക്കെയാണെന്ന് അറിയണോ, നീ ഖുർആനിലേക്കൊന്ന് ഉറ്റുനോക്കുക. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് എണ്ണി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹങ്ങളിൽ വളരെ വലുതാണ് എന്ത്? ഹിദായത്താകുന്ന അനുഗ്രഹം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ അള്ളാഹു മുഅ്മിനുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ യുദ്ധത്തിലായിരിക്കെ, നിങ്ങൾ ശത്രുക്കളെ കണ്ട് അവർ നിങ്ങളോട് യുദ്ധത്തിലായിരിക്കെ സലാം പറയുക, മുസ്ലിമീങ്ങളുടെ അഭിവാദ്യം പറയുകയാണ്. ആ സമയത്ത് നിങ്ങൾ അവരെ കൊന്നുകളയരുത്. അവരുടെ യുദ്ധത്തിൽ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തും മറ്റും കിട്ടാനും മറ്റും നിങ്ങൾ അവരെ കൊന്നുകളയരുത്. നിങ്ങൾ അവരോട് ലസ്ത മുഅ്മിനൻ, നീ മുഅ്മിനല്ല എന്ന് പറയരുത്. എന്നിട്ട് അല്ലാഹു പറയാൻ, കദാലിക കുൻതും മിൻ ഖബ്ലു ഫമന്നല്ലാഹു അലൈക്കും ഫതബയ്യനു. നിങ്ങളും അവരെ പോലെ ആയിരുന്നു മുമ്പ്. ഫമന്നല്ലാഹു അലൈക്കും, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞതാണ്, അനുഗ്രഹം ചൊരിഞ്ഞതാണ്. എന്താണ് അനുഗ്രഹം? നിങ്ങൾ മുസ്ലിങ്ങളായി. ഹിദായത്ത് എന്നത് അള്ളാഹുവിൻ്റെ വലിയ മിന്നത്താണ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. റസൂലുകൾ അള്ളാഹു നിയോഗിച്ചു. നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചു. അള്ളാഹുവിൻ്റെ വലിയ മിന്നത്താണ്.
അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യസ്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകൾക്ക് വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു റസൂലിനെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയത് വലിയ അനുഗ്രഹമാണ്. ആ റസൂൽ അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു, അവർക്ക് കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ റസൂലുകളെ, മുഅ്മിനുകളെ അള്ളാഹു പല അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചു. ഭൂമിയിൽ അള്ളാഹു അവർക്ക് സൗകര്യം നൽകി, ഭൂമിയിൽ സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ള, അവിടെ നിലനിൽക്കാനുള്ള, ജീവിക്കാനുള്ള അവസരം നൽകി. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വലഖദ് മനന്ന അലാ മൂസ വഹാറൂൻ വനജ്ജയ്നാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അളീം ونصرناهم فكانوا هم الغالبين وآتيناهما الكتاب المستبين وهديناهما الصراط المستقيم. ولقد مننا على موسى وهارون, മൂസാക്കും ഹാറൂനും നാം മിന്നത്ത് ചൊരിഞ്ഞിരിക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? വനജ്ജയ്നാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അളീം. ونجيناهما وقومهما من الكرب العظيم. അള്ളാഹു പറയുന്നു മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അലൈഹിം അസ്സലാം അവരുടെ ജനതയെയും അള്ളാഹു വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷിച്ചു. വനസർനാഹും ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അവരെ അള്ളാഹു സഹായിച്ചു, അങ്ങനെ അവർ വിജയികളായി തീർന്നു. അള്ളാഹു അവർക്ക് വ്യക്തമായ കിതാബ് നൽകി, അള്ളാഹു അവർക്ക് യഥാർത്ഥ വഴിയിലേക്ക്, നേരായ പാതയിലേക്ക് ഹിദായത്ത് നൽകി. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മിന്നത്താണ്. അള്ളാഹു ഭൂമിയിൽ സൗകര്യം നൽകുക, അള്ളാഹു ഭൂമിയിൽ ദീൻ പാലിച്ച് ജീവിക്കാനുള്ള അവസരം നൽകുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മിന്നത്താണ്. ബനു ഇസ്രായേലിനെ ഫിർഔനിന്റെ കൂട്ടർക്കെതിരിൽ വിജയിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. ഫിർഔൻ അവന്റെ ജനതയെ രണ്ട് കൂട്ടരായി വിഭജിച്ചു. ഒരു കൂട്ടരെ അവൻ അടിച്ചമർത്തി, അവരെ ചവിട്ടി മെതിച്ചു. ഒരു കൂട്ടരെ തൻ്റെ ആളുകളെ മാത്രം അവൻ പരിഗണിച്ചു. അള്ളാഹു പറയുന്നു വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർദ്, എന്നാൽ ഭൂമിയിൽ ചവിട്ടി മെതിക്കപ്പെട്ടവർക്ക്, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് മിന്നത്ത് ചൊരിയാൻ, അവർക്ക് അനുഗ്രഹം നൽകാനാണ് നാം ഉദ്ദേശിച്ചത്. മറ്റൊരിടത്ത് ഖുർആനിൽ നമുക്ക് കാണാം എന്നിട്ട് അവരെന്തു ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അവരെന്ത് ചെയ്യുന്നു എന്ന് നാം നോക്കാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരായത്താണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ശത്രുക്കൾ, മുസ്ലിമീങ്ങളുടെ എതിരാളികൾ, അവർ ഭരണത്തിലും അവർ അധികാരത്തിലുമാണ് എന്നത് മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണമാണ്. സംശയമില്ലല്ലോ. ആർക്കാണ് സംശയമുള്ളത്? ആർക്കും സംശയമില്ല. അതുപോലെ പരീക്ഷണമാണ് എന്ത്? നമുക്കാണ് അള്ളാഹു അധികാരം നൽകുന്നത് എന്ന് ചിന്തിച്ചു നോക്ക്. നാമാണ് നാട് ഭരിക്കുന്നത് എന്നാലോചിച്ച് നോക്ക്. അള്ളാഹു പറയണം എന്തിനു വേണ്ടി? കൈഫ തഅമൽ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നാം നോക്കാൻ വേണ്ടി. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അത് റബ്ബിൻ്റെ പരീക്ഷണമാണ്. അധികാരത്തിലും അതുപോലെ ഭരണത്തിലും ഇരിക്കുക എന്നത് പരീക്ഷണമാണ്. ഏതുമാത്രമല്ല പരീക്ഷണം, നമ്മൾ അടിച്ചമർത്തപ്പെടുക, നമ്മൾ ശത്രുക്കൾക്ക് കീഴിലാവുക എന്നതു മാത്രമല്ല പരീക്ഷണം. ഹക്ക് എന്നത്, സത്യം എന്നത് അതിൻ്റെ പ്രത്യേകതയാണ്. അത് മൻസൂറുൻ മുംതഹനുൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ അത് വിജയിക്കുന്നതാണ്, വിജയം അതിനാണ്. പക്ഷെ അതോടൊപ്പം അത് പരീക്ഷിക്കപ്പെടുന്നത് കൂടിയാണ്. പരീക്ഷിക്കപ്പെടും, സംശയമില്ല. വിജയമുണ്ട് എന്ന് മാത്രമല്ല, പരീക്ഷണത്തിനെപ്പോഴും ഹക്കിൻ്റെ ആളുകൾ വിധേയരാവുകയും ചെയ്യും. അവരുടെ സബർ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അലിഫ് ലാം മീം അഹസിബ الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم
فلا يعلمن الله الذين صدقوا ولا يعلمن الكاذبين. സൂറത്തുൽ അൻകബൂത്ത് അല്ലാഹു ആരംഭിച്ചത് അങ്ങനെയാണ്. അലിഫ് ലാം മീം അഹസിബ الناس, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അയ്യുത്രകൂ അയ്യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വിട്ടേക്കപ്പെടുമെന്ന്. വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കപ്പെടുമെന്ന്. വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് തീർച്ച. വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്ന അൽകാദിബീൻ. ആരാണ് സത്യസന്ധർ എന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും, ആരാണ് കള്ളന്മാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. അപ്പം അതെപ്പോഴാണ് വേർതിരിയുക? പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യസന്ധനും അല്ലാത്തവനും വേർതിരിയും, യഥാർത്ഥ മുഅ്മിനും കപടനും വേർതിരിയും. അള്ളാഹുവിനവരെ നേരത്തെ അറിയാം, പക്ഷെ അള്ളാഹു അറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ച് കണ്ടറിയും. അള്ളാഹു നേരത്തെ അറിയുന്നവനാണ്, പക്ഷെ അത് കാണുക എപ്പോഴാണ്? അവൻ സംഭവിക്കുന്ന വസ്തുക്കൾ, കാര്യങ്ങൾ, അതിനാണ് കാണുക എന്ന് പറയുക, അല്ലേ? ഒരു ശബ്ദം കാണുക എന്ന് പറയോ? ഇല്ല, ശബ്ദം കേൾക്കലാണ്. ഒരു കാഴ്ചയാണ് എന്ത് പറയുക? കാണുക എന്ന് പറയുക. കാണുക എന്ന് പറയുക നടക്കാത്തൊരു കാര്യം, നടന്നിട്ടില്ല, പക്ഷെ അത് ഒരു കാര്യമായി നിലനിൽക്കുന്നു, ആ കാര്യത്തെക്കുറിച്ച് അറിയുക എന്നാണ് പറയുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് നടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനത് കാണുകയും അവനത് അറിയുകയും ചെയ്യും, അവനത് കേൾക്കുകയും ചെയ്യും. അതുപോലെ ജനങ്ങളുടെ ജസാ, അവരുടെ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പുറത്തല്ല. മനസ്സിലായില്ലേ? ഒരുവൻ കാഫറാണോ, ഒരുവൻ തോന്നിവാസിയാണ്, അള്ളാഹുവിനെ നേരത്തെ അറിയാം, പക്ഷെ അവൻ്റെ ജസാ, അവനുള്ള പ്രതിഫലം നൽകപ്പെടുക അള്ളാഹുവിൻ്റെ അറിവ് അത് മുന്നിൽ വെച്ചിട്ടല്ല, പിന്നെയോ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ മുഖേനയാണ്. മനസ്സിലായില്ല? അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് അതാണ് ചോദ്യം ചെയ്യുക, അതാണ് അവനോട് അവൻ ചോദ്യം ചെയ്യപ്പെടുക, അവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിലാണ്. നോക്കൂ, അള്ളാഹു ഭൂമിയിൽ സൗകര്യം നൽകുക അള്ളാഹുവിൻ്റെ മിന്നത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് സ്വർഗവാസികൾ എന്തു പറയും? അവർ പറയും, ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫി അഹ്ലിനാ മുഷ്ഫിഖീൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ദുനിയാവിൽ പേടിച്ച് കഴിഞ്ഞവരായിരുന്നു, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞു, അനുഗ്രഹം ചൊരിഞ്ഞു. വഖാന അദാബ സമൂം, അതുകൊണ്ട് നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു എന്ന് സ്വർഗവാസികൾ പറയും. ഇന്നാ കുന്ന മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം, നാം അവനോട് മുമ്പേ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവനേറെ നന്മ ചൊരിയുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ മിന്നത്ത് മനസ്സിലാക്കിയ മുസ്ലിമീങ്ങൾ അവൻ്റെ മിന്നത്തിന്, അവൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം. എങ്കിൽ അള്ളാഹു അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു അനുഗ്രഹം എടുത്തു നീക്കിയേക്കും. ശുക്രിനുള്ള പ്രതിഫലമാണ് രണ്ട് പ്രതിഫലം. ഒന്ന്, നിഅമത്ത് അള്ളാഹു നിലനിർത്തും. രണ്ട്, നിഅമത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ശുക്രിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു അനുഗ്രഹം നിലനിർത്തി തരും. രണ്ടോ, അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും, അത് കൂട്ടി തരും, മേൽക്കുമേൽ നൽകും. എന്നാൽ കുഫർ, നന്ദികേട്, അതുകൊണ്ട് അനുഗ്രഹം അള്ളാഹു എടുത്തു നീക്കിയേക്കും. അള്ളാഹു എടുത്തു നീക്കിയേക്കും അനുഗ്രഹം. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നിഅമത്ത് പോയാലാണ് അതിൻ്റെ വില അറിയുക. നിഅമത്ത് ഇല്ലാതായാൽ, നഷ്ടപ്പെട്ടാലാണ് അതിൻ്റെ വില അറിയുക. അത് നഷ്ടപ്പെടാതിരിക്കാൻ ശുക്ർ കാണിക്കുക. വഇൻ തശ്കുറു യർദഹു ലക്കും, അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു അത് തൃപ്തിപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റിള, അവൻ്റെ തൃപ്തി ഏതിലുണ്ട്? ശുക്രിലുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി അത് നിസാരമായ കാര്യമല്ല. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തി ഏറ്റവും വലുതാണ്. അതുപോലെ വലാ യർദാ ലിഇബാദിഹിൽ കുഫർ, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് കുഫർ ഇഷ്ടപ്പെടുന്നില്ല, നന്ദികേട് ഇഷ്ടപ്പെടുന്നില്ല. നീ ശുക്രുള്ളവനാവുക, നന്ദിയുള്ളവനാവുക. ശുക്ർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നീ എത്ര തന്നെ ശുക്ർ കാണിച്ചാലും അള്ളാഹുവിന് ഒരിക്കലും നീ അവൻ ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ശുക്ർ ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. മറിച്ച് അള്ളാഹു നിനക്ക് സാധിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്,
هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا. മുഫസ്സിറായ പണ്ഡിത ഷെയ്ഖ് ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം ആ ആയത്തിനെ കുറിച്ച്. ഇന്ന ഹദൈനാഹു സബീൽ, നാം മനുഷ്യന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇമ്മാ ഷാക്കിറൻ, എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ അവൻ അങ്ങേറ്റം നന്ദി കെട്ടവനാകുന്നു. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കാഫിറൻ എന്നല്ല പറഞ്ഞത്, ഇമ്മ ഷക്കൂറൻ വ ഇമ്മ കഫൂറൻ എന്നുമല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം, ശുക്രിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഷാക്കിറൻ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചത്. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവനാണ്. അതേസമയം കുഫറിന്റെ നന്ദി കേട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാഫിറൻ എന്നല്ല പറഞ്ഞത്, പിന്നെ കഫൂറൻ എന്നാണ്, അങ്ങേറ്റ നന്ദി കേട്ടവനാണ്. ശുക്രിന്റെ കാര്യം പറഞ്ഞപ്പോഴോ മനുഷ്യന് നാം ഹിദായത്ത് നൽകിയിരിക്കുന്നു, ഒന്നുകിൽ അവൻ ഷാക്കിറാൻ അല്ലെങ്കിൽ അവൻ കഫൂറാൻ, അങ്ങേറ്റ നന്ദി കെട്ടവനാണ്, അല്ലെങ്കിൽ അവൻ നന്ദി കാണിക്കുന്നവനാണ്. അല്ലാതെ ഷക്കൂർ അങ്ങേറ്റ നന്ദി കാണിക്കുന്നവനാണെന്ന് പറഞ്ഞില്ല. അത് നിന്റെ നന്ദി ഒരിക്കലും അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് കിടപിടിക്കാൻ അതിന് സാധ്യമല്ല. എന്നാൽ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ ഉദാരം കൊണ്ട് ചെറിയ അമലിൽ വലിയ പ്രതിഫലം നൽകുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയാലും മുഅ്മിനുകൾക്ക് എന്തേ പറയാനുള്ളൂ? അൽഹംദുലില്ലാഹ് വഖാലു അൽഹംദുലില്ലാഹ് എന്ന് സ്വർഗവാസികൾ പറയും. അൽഹംദുലില്ലാഹ് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനും എന്തേ ചെയ്യാനാവൂ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ഹംദ് പറയും. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ, അവൻ്റെ ഉദാരത്താൽ അത് തൃപ്തിപ്പെടുന്നു, അതിന് വലിയ പ്രതിഫലം നൽകുന്നു. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് തംലഉൽ മീസാൻ, മീസാൻ നിറക്കുന്ന, അമലുകൾ തൂക്കി നോക്കുന്ന മീസാൻ, തുലാസ് നിറക്കുന്ന അമലാണ് എന്ത്? അൽഹംദുലില്ലാഹ് എന്ന വാക്ക്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തു തന്ന അതിന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടിയ അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹമാണെന്ത്? അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഒരു അനുഗ്രഹം ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഹംദ് ചെയ്യേണ്ട വേറൊരു അനുഗ്രഹമാണ്. മനസ്സിലായില്ലേ? അതിന് വേറെ ഹംദ് വേണം, അതിന് വേറെ ഹംദ് വേണം, അവസാനിക്കുകയില്ല എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. ഹംദ് പറയാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ വലിയ മറ്റൊരു അനുഗ്രഹമാണ്. അതിന് വേറെ ഹംദ് വേണം, അവസാനിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.